കൊല്ലം തീരത്ത് കടൽക്ഷോഭത്തെ തുടർന്ന് വെട്ടിക്കുന്ന് ഭാഗത്തെ 10ഓളം വീടുകൾ ഇടിഞ്ഞു വീണിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് തീരദേശവാസികൾ മുണ്ടയ്ക്കൽ ഇരവിപുരം തീരദേശ റോഡ് ഉപരോധിച്ചത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വൈകിട്ടോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള തീരദേശവാസികൾ കൊച്ചു പീലാമൂട് പാലവും റോഡും ഉപരോധിച്ചു. പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടതോടെ ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് സബ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ എത്തി സമരക്കാരുമായി സംസാരിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. രാത്രി 9 മണിയോടെ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരദേശവാസികൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കാണേണ്ടവരെല്ലാം അവരവരിയ്ക്കുന്ന സ്ഥാനത്ത് വന്ന് കണ്ടു. ഞാൻ ഉറപ്പ് നൽകിയല്ലോ, 2 ദിവസത്തിനകം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ അവിടെ വന്നിരിക്കും. ആ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ഞാനും വരാം, ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥരും വരാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്നേ. 2 ദിവസത്തിനകം കിഫ്ബി കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ധനസഹായം വേണ്ടവർക്ക് അത് നൽകുന്നതിനുള്ള തീരുമാനമെടുക്കും. ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്ന സമയം തടയണ കെട്ടുന്നതിനും തീരുമാനമാകുമെന്ന് അറിയിച്ചു. ഉറപ്പു പാലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് തീരദേശവാസികളുടെ മുന്നറിയിപ്പ്. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.